ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള, അതായത് നല്ല സ്വാദുള്ള റവ ഉപ്പുമാവ് വെക്കുന്ന ഒരു വീഡിയോയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. ഞാനിതാ നല്ല ശുദ്ധമായിട്ടുള്ള നാടൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ചെറുതായിട്ട് കൊത്തിയറിഞ്ഞ ഇഞ്ചി, ചെറിയ ഉള്ളി, ചെറിയൊരു സവാളൻ്റെ കഷ്ണവും നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെണ്ണയിൽ നിന്നും ഉരുക്കി എടുത്തിട്ടുള്ള നെയ്യാണ്. ഇതിന് വിലയും കൂടുതലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ്, മാത്രമല്ല നല്ല ഗുണമാണ് കേട്ടോ ആ നെയ്യിന്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെയും ഉണക്കമുളകും കൂടെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നെയ്യിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കണമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നെയ്യ്, നല്ല ടേസ്റ്റുള്ള നെയ്യ് നമ്മൾ ഉപയോഗിച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 നാഴി റവയ്ക്ക് 1.5 നാഴി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ റവ ഇതിനൊരു നാഴി റവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റവ ഞാൻ നാഴിയിൽ അളന്നെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതിന് കണക്കാക്കിയിട്ട് വെള്ളം വേണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാരണം നല്ല മോരിൽ നിന്നും പാലിൽ നിന്നൊക്കെ എടുക്കുന്ന വെണ്ണ ഉണ്ടല്ലോ, ആ വെണ്ണ ഉരുക്കി എടുത്തിട്ടുള്ള നെയ്യിലാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഈ നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു നെയ്യിന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റവ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം വെള്ളം വേണം. എന്നിട്ട് ഒന്ന് നല്ലോണം വെന്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്നിട്ട് ഇത് പിന്നെ കട്ട പൊട്ടിച്ച് എടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല സ്വാദുള്ള ഉപ്പുമാവാണിത്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടാണി കടല വേവിച്ചതിടാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നട്സുകൾ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇവിടെ നട്സും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കറിവേപ്പിൻ്റെയും കടുകും ഒരു ഉണക്കമുളകും ഇഞ്ചി കഷ്ണം ഇട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ഈ റവ ഉപ്പുമാവ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് സ്ലിമ്മിലിട്ട് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് റവ ഉപ്പുമാവ് ഇളക്കി നോക്കുമ്പോൾ നല്ല മഴയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തന്നെ പാലിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.